എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണ്, നമുക്ക് ഫംഗ്ഷൻ എല്ലാ നേരം ഫുഡ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഫീഡ് ചെയ്യണം. ഒരു 6 months വരെ നമുക്ക് ബ്രസ്റ്റ് മിൽക്കാണ് എക്സ്ക്ലൂസീവ്ലി കൊടുക്കാൻ പറഞ്ഞത്. വെസലിന് ഇത് മുട്ടാൻ പാടില്ല, കാരണം ഇതിന്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രസ്റ്റ് പമ്പ്. ഇതിൻ്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്, സിംഗിൾ. അതിൽ കൊടുത്തു. ഹലോ എവരി വൺ, ഇന്നത്തെ വീഡിയോയിൽ എനിക്കും ലിയോറയ്ക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയണത്. വേറെ ഒന്നുമല്ല, ബ്രസ്റ്റ് പമ്പാണ്. ലിയോറ ജനിച്ച സമയത്ത് നമുക്ക് അറിയണ്ടായിരുന്നില്ല ബോട്ടിൽ ഫീഡിങ് ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ കുറച്ച് ബോധമില്ലാണ്ട് ഞങ്ങൾ ബോട്ടിലിൻ്റെ ഇതിനകത്ത് കൊടുക്കാനൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ കൊച്ചന്ന് കുടിച്ചിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവൾ എന്ത് ചെയ്താ സക്ക് ചെയ്ത് കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മള് കൈയോണ്ട് പിഴിഞ്ഞ് ഇതിലാക്കിയിട്ട് പിന്നെ ഗോകർണത്തിലാക്കിയിട്ട് അങ്ങനെയൊക്കെ കൊടുത്തത്. പിന്നെ ഫില്ലറൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചധികം ഞങ്ങൾ ഒരു 2 weeksoളം 2 to 3 weeksoളം കഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നമ്മള് കൂടുതലായിട്ടും ഇവൾക്ക് സക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മള് വെച്ച് കൊടുക്കണം, അങ്ങനെ പഠിക്കാന്ന് പറഞ്ഞു. പക്ഷെ കൊച്ചു ക്ഷീണിച്ച് വരുന്ന കാരണം നമ്മള് പിന്നെ ട്രൈ ചെയ്തത് ഇലക്ട്രിക് പമ്പാണ്. അപ്പൊ പമ്പ് ചെയ്ത് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് കൂട്ടി കൊടുക്കാലോ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാണ്. അന്ന് എനിക്ക് ഓൺലൈനിൽ വാങ്ങാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് അവന്റ് ഫിലിപ്സിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് വാങ്ങിച്ചത്. സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഏകദേശം ഒരു 10,000 വന്നിരുന്നു നമുക്ക്. അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഒന്നാമത് ഇലക്ട്രിക് പമ്പ് ആയ കാരണം ജസ്റ്റ് പ്ലഗ് ചെയ്തിട്ട് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ അത്യാവശ്യം മിൽക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഇവൾക്കും ഫീഡിങ് കുഴപ്പമില്ലാണ്ട് പോണ്ട്. എനിക്കിങ്ങനെ പിഴിഞ്ഞ് അവിടെയൊക്കെ തൊലിയൊക്കെ പോയി തുടങ്ങിയായിരുന്നു. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കൊച്ച് ക്ഷീണിച്ച് വരുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വേറെ. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയ പ്രോഡക്റ്റിന്റെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചു. ഇത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ജൂനിയർ ആ പമ്പിനെ പറ്റി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അതിനെപ്പറ്റി ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തേക്കാം, ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുറച്ച് എനിക്ക് ഡെലിവറിക്ക് ശേഷം യൂസ്ഫുൾ ആയതും ഞാൻ പാക്ക് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ, അങ്ങനെ ഒരു സീരീസ് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രസ്റ്റ് പമ്പ്. ഇതിൻ്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്, സിംഗിൾ. അതിൽ കൊടുത്തേക്കണത് സിംഗിൾ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്സും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മോട്ടർ സംഭവം. അപ്പോൾ ഇത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് തുടങ്ങണത്. നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ ട്യൂബൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയിരുന്നത്. ആ ട്യൂബ് നമുക്ക് ഈ മോട്ടറിനകത്ത് 2 ഹോളുണ്ട്. ഒന്ന് നമ്മുടെ ഈ കറണ്ടിൻ്റെ അഡാപ്റ്റർ വയ്ക്കാനും, പിന്നെ ഈ സക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂബാണ്. അത് ഇവിടെ ഉള്ളിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റണം. ഇങ്ങനെ ഒരു ക്യാപ്പ് പോലത്തെ ഒരു സംഭവത്തിലോട്ട് ഇവിടെ ആയിട്ടൊരു കയറ്റാനുള്ള ഒരു ഇതുണ്ട്. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കയറ്റണം. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ സെക്ഷൻ അത് കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് ഇതിന് ഡയഫ്രം എന്നാണ് അവർ പറയണത്, സക്ക് ചെയ്ത് എടുക്കാനൊക്കെ ഉള്ളത്. ഈ പോർഷൻ നമുക്ക് കണ്ടറിയാം. ഇതാണ് നമ്മൾ ബ്രസ്റ്റിലോട്ട് വെക്കണ പോർഷൻ. ഇത് നമ്മുടെ ബോട്ടിലിൻ്റെ സൈഡിലോട്ട് വെക്കണ പോർഷൻ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സെക്ഷൻ വരണമെങ്കിൽ ഒരു വാൽവ് പോലത്തെ ഒരു സംഭവമുണ്ട്, ഒരു വൈറ്റ് കളറിൽ. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ആണ് കയറ്റി വെക്കണം. നല്ല ടൈറ്റായിട്ട് കയറ്റി വെക്കണം. ഞാൻ പ്രസ് ചെയ്ത് കയറ്റി വെച്ച് കാണിക്കാം. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ടൈറ്റായിട്ട് കയറി. ഇത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ വൈറ്റ് വാൽവിന് ഒരു ടിപ്പ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വലിക്കണം, അല്ലാണ്ട് വേറെ പോർഷനൊന്നും വലിക്കരുത്. അപ്പോൾ വാൽവിന് പ്രശ്നം വരും. പിന്നെ ഉള്ള പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തിന്നായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ ക്യാപ്പ് ഇതുപോലെ വെക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലോട്ടാണ്. ഇതും നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. പിന്നെ ഈ സംഭവം ഇതും നമ്മുടെ ബ്രസ്റ്റിലോട്ട് വെക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുമേക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കണം, മിൽക്ക് പുറത്തോട്ട് പോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് ഒരു ബോട്ടിലാണ്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അഡീഷണൽ ഒരു ബോട്ടിൽ കൂടി വാങ്ങിച്ചായിരുന്നു. ഇത് നമുക്ക് അല്ലാണ്ടും യൂസ് ചെയ്യാം, കൊച്ചിന് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ മിൽക്ക് എടുക്കുന്ന സമയത്ത് നമ്മളത് ഇതിന് താഴത്തെ ഈ വാൽവ് വരുന്ന സ്ഥലത്തോട്ട് ജസ്റ്റ് കയറ്റി ടൈറ്റ് ചെയ്ത് വെക്കാം. പകുതി കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ബാക്കിയാണ് നമുക്ക് സെറ്റാക്കേണ്ടത്. പിന്നെ വരുന്ന ഈ പോർഷൻ
അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോർഷൻ ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുവിധം നമ്മുടെ ഇതിൻ്റെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് ഇങ്ങോട്ടും കണക്ട് ചെയ്തു. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ മോട്ടർ അവോയ്ഡ് ചെയ്യണം. ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് തുടച്ചു കൊടുക്കാം, ഇലക്ട്രിക് സംഭവമായ കാരണം. പിന്നെ നമുക്കുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോർഷനിലൊക്കെ മിൽക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെള്ളം കൊണ്ടും ബോയിൽഡ് വെള്ളം കൊണ്ടും കഴുകാം. ഈ പോർഷൻ, ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ ഊരാൻ നോക്കണം. അതൊക്കെ കുറച്ച് ബലം കൊടുത്തിട്ടാണ് ഊരിയെടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള ഈ പോർഷൻസ് അങ്ങനെ മിൽക്ക് ആവില്ല. അതുകൊണ്ട് നമുക്കിത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഭയങ്കര തിന്നായിട്ടൊരു ലെയർ. അപ്പോൾ നമ്മൾ അങ്ങനെ ചൂടുവെള്ളത്തിൽ എടുക്കരുത്. എങ്ങാനും മിൽക്ക് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഹോട്ട് വാട്ടറിൽ മുക്കിയിട്ട് വേഗം തുടച്ചെടുക്കാം. ഭയങ്കരമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പോർഷൻ. ബാക്കി എല്ലാ പോർഷനും തന്നെ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇടാം കഴുകാനായിട്ട്. പിന്നെ മിൽക്ക് വരുന്നത് കാരണം ഇവർ പറയണത് ചെറുതായിട്ടൊരു മൈൽഡ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മീമിയുടെ ലിക്വിഡ് ഡിറ്റർജൻ്റാണ്. അതിനകത്ത് ഇത് ആദ്യം റണ്ണിങ് ടാപ്പ് വാട്ടറിൽ ആദ്യം ഒന്ന് കഴുകും. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ഈ ഡിറ്റർജൻറ്റ് ഒഴിച്ചിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് അതിനകത്ത് മുക്കിയിടും കുറച്ച് നേരത്തോട്ട്. പിന്നെ അതിന് ശേഷം ചെറിയ നമ്മുടെ നല്ല വെള്ളം കൊണ്ട് തന്നെ കഴുകിയെടുക്കുക ചെയ്തത്. അപ്പം അങ്ങനെ കഴുകുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ കഴുകണമെങ്കിൽ ഇങ്ങനത്തെ ബ്രഷൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്ലീൻ ആയിരിക്കണം ബ്രഷ്. ഈ വാൽവാണെങ്കിലും വല്ലാണ്ട് തിളച്ച വെള്ളത്തിൽ ഇടണ്ട. ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ കൈ കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ കണ്ട ഈ പോർഷനിൽ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് പിടിച്ച് വലിക്കണം എടുക്കണം. കാരണം ഇതിൻ്റെ ഈ സെൻട്രൽ പോർഷൻ ഭയങ്കര തിന്നാണ്. അതുമൊന്നും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇതുമൊക്കെ മിൽക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് മറ്റേ ഡിറ്റർജൻ്റ് ഒന്ന് വെച്ച് കഴുകിയെടുക്കാം. വേറെ ഒന്നും ഉള്ളോട്ട് ഇൻജെക്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം അതിൻ്റെ സ്ട്രക്ചറിന് എന്തെങ്കിലും പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ടാണ്. ബാക്കി ഈ പോർഷനൊക്കെ നമുക്ക് വെള്ളത്തിലോട്ട് മുക്കി ഡിപ്പ് ചെയ്തിടാം. ഇതൊക്കെ പിന്നെ ഈ ബോട്ടിലൊക്കെ കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ സോപ്പല്ല മൈൽഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കണം. കാരണം ഒരു വഴുവഴുപ്പുണ്ടാവും, പാലിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടാവും. കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ കൊച്ചിന് പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഇതെങ്ങാനും അടച്ചു വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാപ്പ് തന്നിട്ടുണ്ട് ഇവർ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയി. ജസ്റ്റ് ഇങ്ങനെ ഒരു ക്യാപ്പ് എന്തെങ്കിലും മിൽക്ക് പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇടയിൽ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാതും ക്ലീൻ ആക്കി വെക്കാൻ, ജസ്റ്റ് അടച്ചു വെക്കാനുള്ളത് മാത്രം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇതാണ് ഒരു ബേസിക് സംഭവങ്ങൾ. അപ്പോൾ ഇനി കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇതിനകത്ത് ഇവരുടെ ഒരു ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കാര്യമായിട്ട് എല്ലാതും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻലി സ്റ്റാർട്ടിങ് ഒക്കെ 30 ml 40 ml ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ പമ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മിൽക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളൊരു കാര്യം നമുക്ക് ക്ലീനിങ് ആണ്. അപ്പം ക്ലീനിങ് കുറച്ച് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടി വരും. കാരണം മിൽക്കൊക്കെ വരുന്ന പ്രോസസ്സാണല്ലോ. അപ്പോൾ ഇതിലവർ പറയണത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇൻഫർമേഷന് വേണ്ടി ഒരു ബുക്കും അവൈലബിൾ ആണ്. കുറച്ച് നന്നായി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ പറയണത് മിൽക്കായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന എല്ലാ പോർഷൻസും നമുക്ക് വെള്ളം യൂസ് ചെയ്ത് കഴുകാം എന്നാണ്. അപ്പോൾ നമുക്കറിയാം മോട്ടർ കഴുകാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ സംഭവമില്ലേ, ഇത് ശരിക്കും ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ പോരാ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പോർഷനില്ലേ, അത് നന്നായിട്ട് ഉള്ളിലോട്ട് തള്ളി വെക്കണം. അല്ലെങ്കിൽ മിൽക്കൊന്നും സ്പില്ല് ചെയ്ത് പോവാണ്ടിരിക്കാൻ. അപ്പോൾ നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഉള്ളിലോട്ട് കയറ്റി നമുക്ക് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് ഫുള്ളായിട്ട് കയറിയോന്ന്. അതിന് ശേഷമാണ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ മിൽക്കൊക്കെ അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇതാണ് സംഭവം. കണക്ഷനൊക്കെ കഴിഞ്ഞു, കണക്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാം പ്രോപ്പറായിട്ട് കണ്ടതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് പ്ലഗ് ഇൻ ചെയ്യുക. എന്നിട്ട് അപ്രൈറ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ മിൽക്ക് ഇതിനായിട്ട് സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം ഇതിനകത്ത് നമുക്കൊരു പവർ ബട്ടൺ ഉണ്ട്. ഈ പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 2 മോഡാണ് ഉള്ളത്. ഒന്ന് എക്സ്പ്രസ് മോഡും പിന്നെ ഒന്ന് സ്റ്റിമുലേഷൻ്റെ ഒരു സിമ്പിൾ കൊടുത്താണ്. ജസ്റ്റ് 2 ബ്രാക്കറ്റ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞ ഡ്രോപ്സിൻ്റെ ഒരു സിമ്പിളാണ് കൊടുത്താണ്. മിൽക്ക് വന്നു തുടങ്ങണ മോഡാണ്. പിന്നെ നമുക്ക് അതിനനുസരിച്ച് പ്രഷർ കൂട്ടണമെങ്കിൽ ഇവിടെ അപ്പ് ആൻഡ് ഹൈ ആരോസ് ഉണ്ട്, അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ടുള്ള ആരോസും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും ചെയ്തതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. അല്ലെങ്കിൽ സക്ഷൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രം ഇത് ഊരിയെടുക്കുക. ഈ പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് പോസ് ആയിക്കോളും. അതിനുശേഷം സെയിമിൽ തന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആവും. പിന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പോർഷൻ. ഇതൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് കയറ്റുന്നതാണ്. ഇത് ഭയങ്കര തിന്നാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് അങ്ങനെ അങ്ങോട്ട് ചൂടാക്കി എടുക്കാൻ പാടില്ല. ജസ്റ്റ് അപ്പം തന്നെ ഊരിയെടുക്കണം.
പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒന്നില്ലെങ്കിൽ നന്നായി തിളച്ച വെള്ളത്തിലോട്ട് ഇടാം, അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം ബോയിൽ ചെയ്യാനായിട്ട് കൊടുക്കാം. അങ്ങനെ ബോയിൽ ചെയ്യാൻ കൊടുക്കണ സമയത്ത് നമ്മൾ ഇട്ട് വെച്ചേക്കണ ഒരു നല്ല ഡയഗ്രാമാറ്റിക് ഇല്ലുസ്ട്രേഷനാണ് അവർ കൊടുത്തേക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വെസലിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഈ പാർട്സ് ഒരിക്കലും ഇവരുടെ ഔട്ടർ കവർ മെറ്റീരിയലുമ്പോൾ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാർട്സും ഉരുകി പോരുന്നതാണെങ്കിൽ പണി കിട്ടും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ എടുക്കണം. അത്യാവശ്യം നമുക്ക് വലിയതായിട്ടുള്ള വെസൽ തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇടണമെന്നുണ്ടെങ്കിലും വെള്ളം കൂളായതിന് ശേഷം ജസ്റ്റ് ഒരു നല്ലൊരു കോട്ടൺ ക്ലോത്തിനകത്ത് വിരിച്ച് ഉണക്കിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ബോക്സിലാക്കി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും മിൽക്ക് പമ്പ് ചെയ്തതിന് ശേഷവും നമ്മളത് ചെയ്യണത് നല്ലതായിരിക്കും. കാരണം കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ പാലിന് പ്രശ്നം വരും. അപ്പോൾ എന്നും എക്സ്പ്രസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മിൽക്ക് കണ്ടെയ്നറിൽ എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഉണക്കാൻ വെക്കണതായിരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള യൂസേജിന് നല്ലത്. നമ്മൾ കൊച്ചുങ്ങൾക്ക് യൂസ് ചെയ്യണ കാരണം നമ്മൾ അത്രയും സൂക്ഷിച്ച് ചെയ്യണ കാര്യങ്ങൾ. വെസലിന്മേ ഇത് മുട്ടാൻ പാടില്ല. കാരണം ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ അതുമ്മ മുട്ടിയിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് വരും. മനസ്സിലായോ? അതായത് നമ്മൾ വയ്ക്കുന്ന വെസലിൽ ഇതൊന്നും അതിൻ്റെ കോർണറിൽ മുട്ടാൻ പാടില്ല. വെള്ളത്തിലായിരിക്കണം കിടക്കുന്നുണ്ടാവണത്. അപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് ബോയിൽ ചെയ്ത് കിട്ടും. അങ്ങനെ ക്ലീൻ ചെയ്യണതായിരിക്കും നല്ലത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കൊച്ചിന് ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണ്, നമുക്ക് ഫംഗ്ഷൻ എല്ലാ നേരം ഫുഡ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഫീഡ് ചെയ്യണം. ഒരു 6 months വരെ നമുക്ക് ബ്രസ്റ്റ് മിൽക്കാണ് എക്സ്ക്ലൂസീവ്ലി കൊടുക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ കൊണ്ടുപോകാറ് ഫംഗ്ഷന് പോണതിന് മുന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് എടുക്കും. അതിൻ്റെ അതൊരു 2.5 hours വരെ നമുക്ക് കയ്യിൽ പിടിക്കാം. അതല്ല കൂടുതൽ നേരത്തൊട്ടാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫ്രിജറേറ്ററിൽ വെക്കണം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം, ഞാൻ നോക്കിയിട്ട് പറയാം. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലും എവൻ ഫിലിപ്സിൻ്റെ വെബ്സൈറ്റിലാണെങ്കിലും ചെക്ക് ചെയ്യുക. ഇവരുടെ പല പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്തത് സിംഗിളാണ്, ജസ്റ്റ് മൾട്ടി ആയിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും അറ്റ് എ ടൈം സക്ക് ചെയ്തെടുക്കണ എക്സ്പ്രസ് ചെയ്തെടുക്കണ പമ്പുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കി വാങ്ങാം. ഞാൻ ഓൺലൈനിൽ വാങ്ങിയില്ല, കാരണം അതിലൊക്കെ കുറച്ചൊരു ക്വാണ്ടിറ്റി കഴിയുമ്പോൾ പിന്നെ സെക്ഷന് ഇഷ്യൂസ് ഉണ്ടെന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിയത്. എനിക്ക് ഈ പ്രോഡക്റ്റ് യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല. അപ്പോൾ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു.